സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 35ഓളം പേർ മരിച്ചതായി കണക്കുകൾ. 1200-ലധികം പേരെ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ. ഇറാനിൽ ഇന്നലെയും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി. MG മിഥുൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇറാനാണോ ട്രംപിന്റെ വിരൽ ചൂണ്ടുന്നത് ഇറാനിലേക്കോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ അയത്തുള്ള അലി ഖമനേയി ഇതിനിയും ഈ പ്രക്ഷോഭം തുടരുകയാണെങ്കിൽ രാജ്യം വിട്ടേക്കാമെന്നുള്ള സൂചനകൾ കൂടി റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ഇറാൻ എംബസി അത് തള്ളുന്നെങ്കിൽ കൂടി എന്താണ് നിലവിലെ സാഹചര്യം? വിവരങ്ങൾ. നിലവിൽ ഏറ്റവും ഒടുവിൽ ഭവ്യ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത്തരത്തിൽ ട്രംപ് ഒരു അതായത് അവിടെ ഒരു അട്ടിമറി, ഈ ഭരണത്തിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നതായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ തുടരുന്ന ഈ പ്രതിസന്ധി അത് അയവില്ലാതെ വളരെ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം, ഓരോ ദിവസവും അതിൻ്റെ ആക്രമണത്തിൻ്റെ തോത്, പ്രക്ഷോഭത്തിൻ്റെ തോത്, പ്രതിഷേധത്തിൻ്റെ തോത് അത് കൂടുതൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ബലവത്താകുന്നില്ല, അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കാനാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കാം ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മൂല്യത്തകർച്ചയാണ് ഇത്തരത്തിൽ ഇറാൻ കറൻസിക്ക് മേലുണ്ടായിരിക്കുന്നത്. അത് പരിഹരിച്ച് മുന്നോട്ട് വരിക എന്നുള്ള വലിയ വെല്ലുവിളി ഇറാൻ ഭരണകൂടത്തിനെ സംബന്ധിച്ചുണ്ടോ? ഒപ്പം തന്നെ ഈ ജനങ്ങൾക്ക് ഖമനേയി ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ഈ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണങ്ങൾ അതൊക്കെ വീണ്ടും ആർജിച്ച് അവരെ വീണ്ടും തിരികെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അതെങ്ങനെയായിരിക്കാം എന്നുള്ള രീതിയിലുള്ള ചില തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇതുവരെയും ഈ പ്രക്ഷോഭകാരികളുമായി ഒരു കൂടിയാലോചനകൾ നടത്താനോ അല്ലെങ്കിൽ ഒരു സമവായ ചർച്ച നടത്താനോ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം അതിരൂക്ഷമായി മുന്നോട്ട് പോകാനുള്ള കാരണമായി കണക്കാക്കുന്നത്. അതായത് അവിടെ 31 പ്രവിശ്യകളാണ് ഇറാനിലുള്ളത്. അതിൽ 27ഇടത്തും വലിയ രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രതിഷേധക്കാരും സൈന്യവുമായി ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യം. 35 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേരെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുന്നു, നിരവധി പേർ അറസ്റ്റിലാകുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഇറാൻ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു ഭീഷണി വരുന്നത്. അമേരിക്കയുടെ ആ ഭീഷണി മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിലയിരുത്തലുകളും ഒപ്പം തന്നെ അതിൻ്റെ കണക്കുകൂട്ടലും ഒക്കെയായി ഖമനേയി ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖമനേയി നാട് വിടുന്നു, അതായത് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം, അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ തള്ളി ഇറാൻ ഭരണകൂടം തന്നെ രംഗത്ത് വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറി പോലെ ഇറാനിൽ ഇപ്പോഴൊരു അട്ടിമറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൈനിക നീക്കം യുഎസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ ഉടനടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമായാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഖമനേയി ഈ നാട് വിട്ട് പോയാൽ അത് ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഭരണകൂടത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമത്തിന് അത് വഴി തുറന്നെടുക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇറാൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങനെയുള്ള ഒരു നീക്കം ഇപ്പോൾ വേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വലിയ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇപ്പോൾ ഇറാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ട്രംപിന് മുൻപിൽ മടിയുറയുടെ അതേ വിധി തന്നെ ആയിരിക്കുമോ ഖമനേയിക്ക് എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ലോകം ട്രംപിന്റെ നീക്കങ്ങളെ അടുത്ത നീക്കത്തിലേക്ക് ആശങ്കയോട് കൂടി തന്നെ അത് നോക്കി കാണുകയാണ്. എന്തായാലും നിലവിലുള്ള പ്രക്ഷോഭം ശക്തിയാർജിക്കുകയും അമേരിക്ക ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ ഇറാൻ ഭരണകൂടത്തിന്റെ ഭാവി എന്താകും എന്ന് തന്നെയാണ് ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.